മുളക് പൊടി, അച്ചാറ്. എന്തുവാടാ തപ്പുന്നേ? എന്തുവാ തപ്പുന്നേ? അല്ല എന്തായാലും കൊറിയൻ. എടാ ഇഡ്ഡലിയും സാമ്പാറും അവിടെ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ ഇടിയപ്പം ഇരിപ്പുണ്ട്. എന്ത് വേണ്ടെന്ന് ചേർത്ത് കഴിക്കേ. അയ്യോ അമ്മ അതിരിപ്പുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അതൊരു സുഖമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടുക്കള കയറി വന്നിട്ട് എന്തെങ്കിലും ഒന്ന് എടുക്കുന്നു പോകുന്നു, ഒരു സുഖമില്ലേ അത്? അതൊരു ശീലമാണല്ലോ ചെറുതായിട്ട്. എടാ ഓ നീ ഒന്നൊരു കാര്യം ചോദിക്കട്ടെ. എന്താ മമ്മ? ഇങ്ങോട്ട് വാ. എടാ ആ ശിവാനി ആ പയ്യനും കൂടെ പോയിട്ടേ വന്നില്ലല്ലോ ഇതുവരെ? ഇല്ല വന്നില്ല. അവര് കഥയൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞ് പോയിട്ട് പിന്നെ പതുക്കെ വരുമെന്ന് പറഞ്ഞു. എടാ അവർ രണ്ടുപേരോട് ഇങ്ങനെ പോകുന്ന കാണുമ്പോഴേ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയത്തില്ലോ കൊച്ചേ? പറയും. അതുകൊണ്ട് ശിവാനിയുടെ ഫ്രണ്ടും കൂടെ സംസാരിച്ചു പോകണമെന്ന് പറയും. എടാ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലയോ? വേറെ അന്യൊരാളുടെ കൂടെ പോകുമ്പോ ആൾക്കാർ കണ്ടോ അതും ഇതൊക്കെ പറയത്തില്ലെന്ന് ഞാൻ ചോദിച്ചത്. അമ്മൂമ്മ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ആര് പറയാനാ? എടാ നാട്ടുകാരൊക്കെ എന്തെങ്കിലും ഒക്കെ പറയത്തില്ലയോ? അവരെന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോട്ട്. അമ്മൂമ്മക്ക് ഇപ്പം മനസ്സിലെന്തിനാണെന്ന് ഞാൻ പറയട്ടെ. ആ ഷാരോൺ എന്ന് പറഞ്ഞ പയ്യൻ ശരിയാണോ? അവനെ ഇങ്ങനെ വീട്ടിൽ വിളിച്ചൊരു 3 ദിവസമൊക്കെ നിർത്തുന്നത് അത്ര നല്ലതാണോ എന്നല്ലേ? അതെ. അത് ശരി, എന്നാ ഇതൊക്കെ ചോദിച്ചാ പോരെ. അമ്മൂമ്മ ഈ ശിവാനി വന്നിട്ട് ഷാരോണിവിടെ 2 ദിവസം നിന്നോട്ടേന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവനെയും വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവനൊരു കുഴപ്പക്കാരനല്ലെന്ന് ഞാനും അവളേരും കൂടെ ഉറപ്പ് വരുത്തി. അതുകൊണ്ടാണ് നീ ഇവിടെ നിന്നോടാ നമ്മൾ പറഞ്ഞത്. മാത്രമല്ല എന്തോ പഠിത്തത്തിന്റെ കാര്യത്തിനല്ലേ അവിടെ നിൽക്കണേ. നടത്തിട്ട് പോട്ടമ്മൂമ്മ. അല്ല അതൊക്കെ ശരി തന്നെ, നാട്ടുകാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ബന്ധുക്കള് കണ്ട എന്തോ പറയൂടാ? ഏത് ബന്ധുക്കള്? അമ്മൂമ്മ ഈ ബന്ധുക്കൾ ആരാണ്? ആരാണ്? സന്തോഷമായിട്ട് സമാധാനമായിട്ട് നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും നിൽക്കുന്നവരാണ് നമ്മുടെ ബന്ധുക്കള് തന്നെ. അതെ അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്തിട്ടുള്ളവരാരാ? നാട്ടുകാർ തന്നെ ആണല്ലോ. അപ്പൊ ബന്ധുക്കളാണോ നാട്ടുകാരാണോ വലുത്? രണ്ടുപേരും ഒരേപോലെ തന്നെ, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ ഇത്രയൊക്കെ മുട്ടനായില്ലേ? അപ്പൊ നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കുന്നു, പിന്നെ നിങ്ങൾ പറയുന്നത് കൊണ്ട് അങ്ങോട്ടങ്ങ് പോവും, അത്രേ ഉള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് നൈസിൽ നടുക്കിട്ട് നിക്കണോ? വേണോ? വേണ്ട, ഇതൊക്കെ അല്ലേ കഴിക്കത്തുള്ളൂ. ശിവ, ഓ 2 ദിവസം മുൻപേ ഞാൻ പോകേണ്ടതായിരുന്നു. കേശുവും സിദ്ധോളിനും പറഞ്ഞുകൊണ്ടാണ് നിന്നത്. ഇന്ന് നൈറ്റ് എന്തായാലും എനിക്ക് പോകണോട്ടോ. എന്തായാലും മറ്റന്നാൾ വൈകിട്ട് ഞാനും അങ്ങ് ചെന്നൈയിലോട്ട് പോകും. നമുക്കങ്ങ് ഒരുമിച്ച് പോയാ പോരെ? അത് ശരിയാവില്ല. നിങ്ങളുടെ മീശ വലിയ കഷ്ടമാണല്ലോ. പോയില്ലേ? പോയി. ലൈഫ് അത് ശരിയാവില്ല. ഞാൻ പറഞ്ഞ അതാണ് നല്ലത്. അത് ശരിയാവില്ല, കാര്യമായിട്ട് പോണം. എന്തേലും പറയണ്ടേ? വാ തുറന്നു പറ. പറയാം, പറയാനുള്ളതൊക്കെ ഞാൻ പറയേണ്ടടുത്ത് പറഞ്ഞോളാം. വന്നിട്ട് 1-2 ദിവസമായെന്ന് ഞാൻ അറിഞ്ഞു. ഓ ആയി. അവിടെ മറുപടി പറയട്ടെ. എന്ന് അറിഞ്ഞത് തെറ്റി. 3 ദിവസമായി വന്നിട്ട്. തമാശയാണോ? അതെങ്കിൽ ഇനി ഇവിടെ ആരെങ്കിലും റാഗ് ചെയ്യാൻ വേണ്ടി വന്നതാണോ? അതെ ചേട്ടെ. അല്ല, അത് ഞാൻ ഇപ്പൊ കോളേജിലല്ലല്ലോ പഠിക്കുന്നേ. കണ്ടാലറിയാം കോളേജിലൊന്നും പഠിച്ചിട്ടില്ലെന്ന്. ഞാൻ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇപ്പഴല്ല പണ്ട്. ഇപ്പൊ ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്താ ജീവിക്കുന്നത്. ഞാൻ ആരെന്ന് നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇല്ലേട്ടോ, മനസ്സിലായില്ല. ആരാ? ഇവിടത്തെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഞാൻ ആരാണ്. ഇവിടെ എങ്ങും പട്ടിയും പൂച്ചയില്ല, അല്ലെങ്കിൽ ചോദിക്കാറുണ്ട് ഇവൻ ആരാണെന്ന്.
അതെ, കളിയാക്കലൊന്നും കൂടുതൽ വേണ്ട. ചെന്നൈ പോയാ നിന്റെ മനസ്സിരിപ്പൊക്കെ എന്താണെന്ന് എനിക്കറിയാം. അത് നടക്കാൻ പോകുന്നില്ല. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. പിന്നെ വേറൊരു കാര്യം, ഇന്ന് തന്നെ ഇവിടെ സ്ഥലം വിട്ടോണം, കേട്ടല്ല? എന്റെ വീട്ടിൽ ആര് വരും, എപ്പ പോകുന്നൊക്കെ ഇയാൾ തീരുമാനിക്കുന്ന എന്തിനാണ്? അത് നമ്മുടെ കാര്യമില്ലേ? അല്ല ശിവാനി, എന്നെ അങ്ങനെ അങ്ങ് ഒഴിവാക്കല്ലേ. ഒന്നുമില്ലെങ്കിലും 1.5 വർഷം തന്റെ പുറകിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അയ്യോ, 1.5 വർഷമല്ലേ നടന്നുള്ളൂ. ഒരു 2-3 വർഷം കൊണ്ട് നടക്കും. 2-3 വർഷം കൊണ്ട് നടന്ന ചെരുപ്പ് തെയ്യും, അല്ലാണ്ട് ഒന്നും നടക്കാൻ പോണില്ല. അല്ല, ചെരുപ്പ് തേയാൻ ഞാൻ വേറെ ചെരുപ്പ് വാങ്ങിച്ചിട്ടുള്ളൂ, അത് കുഴപ്പമില്ല. എന്നാലും നടന്നോളാം, വിഷയമില്ല. ശിവ, ബാക്കി ഇവനോടൊക്കെ സംസാരിക്കണം. എക്സാക്ട്ലി. അതെ ബ്രോ മാത്രം ഒന്നും കേട്ടോ, ഒരു കാര്യം പറയാം. പെട്ടക്കല്ലേ, വാ കാര്യം പറയട്ടെ. അതെ, ഈ ഐസ്ക്രീം ചൂടടിച്ച് ഒരുക്കി പോലെ അതുപോലെ ഷിബു റോക്സും. മനസ്സിലായില്ല? വെയിലടിച്ച് ഈ ഐസ്ക്രീം ഉരുവും പോലെ ഷിബു റോക്സിന്റെ ചൂടടിച്ച നീ ഉരുവിത്തീരും. മനസ്സിലായ? ഓക്കോ. ഓരോന്ന് കെട്ടിയെടുത്തോളും മനുഷ്യന്റെ മനസ്സമാധാനം കളയാൻ വേണ്ടിട്ട്. അയ്യോ, ഇതൊക്കെ ചെറുത്. ഇതിലും വലിയ പണ്ടത്തിലാണ് കാണിക്കാറ്. ആളെ വേണ്ടത്ര പരിചയമില്ലാത്തോണ്ട് ശരിക്കും പറഞ്ഞിട്ടല്ലോ, ചിരിച്ച് ചാവും നമ്മള്. കേശുവേ, ഒന്നും പറയണ്ട. കോമഡി എന്ന് പറഞ്ഞ ഇജാതി കോമഡി. സത്യം. എന്താണോ കോമഡി? ഞാനൊക്കെ കേട്ടെ. ഷിബു റോക്സ് ഇല്ലേ, ഞങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തി. എന്തിന്? അളിയ, സീരിയസ് ആയിട്ട് ഒന്നുമില്ല. ഞാൻ ശരചേട്ടോട് നടന്നു പോവായിരുന്നു. പുള്ളിക്ക് അത് കണ്ടിട്ട് പിടിച്ചില്ല. ഞങ്ങളെ പിടിച്ചു നിർത്തി. പുള്ളി എന്ന് വന്നു, എപ്പ പോവും, എന്താ പരിപാടി, ഓരോരോ ചോദ്യങ്ങള്. ഏത് സംഭവം കാര്യമൊക്കെ പറഞ്ഞ അവൻ ഒരു പാവമാണ്. പക്ഷെ എന്നാലും അവൻ നമുക്ക് വലിയൊരു ശല്യമാണ്. ശല്യം എന്നൊന്നും പറയലടാ, അവൻ അവന്റെ വഴിക്ക് അങ്ങ് ജീവിച്ച് പോട്ടെ. അവന്റെ വഴിക്ക് പോട്ടെ, നമ്മുടെ വഴിക്ക് എന്തിനു പറഞ്ഞേ? ശരിയാണ്. കേശുവേ, ഞാൻ ഇന്ന് പോട്ടെ. ഇന്നാ ശരി. അപ്പൊ അതെന്തിന്? 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം. നമുക്ക് അടിച്ചു പൊളിക്കാം. അടുത്ത പ്രാവശ്യം വരുമ്പോ അടിച്ചു പൊളിക്കാവേ. ആര്? അറിയില്ല, പരിചയമില്ലാത്ത നമ്പർ. നമ്മളെന്താ പറഞ്ഞത്? മറ്റേ പോകുന്ന കാര്യം. അല്ല, എങ്ങോട്ടാ? ചെന്നൈയിലോട്ടാണോ നേരെ, അതോ വീട്ടിൽ കയറാൻ വല്ല പ്ലാനും ഉണ്ടോ? വീട്ടിൽ കയറാൻ പ്ലാൻ ഇല്ല. ഈ പ്രാവശ്യം നേരെ ചെന്നൈയിലോട്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോ വീട്ടിൽ പോകും. കയറിയാ മതി. കോള് എടുത്തു. സംസാരിച്ചോ? ഹലോ, ആര്?